കേരള ടുഡേ എന്ന് പറഞ്ഞാൽ യൂത്തിന് മാത്രമല്ല, കേരള ടുഡേ എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് തുറന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എന്താ പറയുക അക്രമങ്ങൾ, ഇപ്പോൾ സ്ത്രീകൾക്കെതിരെയാണെങ്കിലും അല്ലെങ്കിൽ ജനറലി ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ തോന്നാറുണ്ട്, നമ്മളൊന്ന് റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെതിരെ ഒന്ന് റിയാക്ട് ചെയ്തിരുന്നു, ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ. അതിനൊക്കെയുള്ളൊരു ആൻസറാണ് ശരിക്കും കേരള ടുഡേ എന്ന് പറഞ്ഞത്. ഒരു ആദിവാസിയായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു അധികം പുറംലോകം കാണാത്ത അയാൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നഗരത്തെക്കുറിച്ചും. ഒരു നഗരത്തിൽ എത്തപ്പെടുമ്പോൾ എങ്ങനെയായിരിക്കും, അതൊരു സ്വർഗ്ഗമായിരിക്കും എന്നൊക്കെ. പക്ഷേ അയാൾ അതിന് ശേഷം നാട്ടിൽ വന്നതിന് നഗരത്തിൽ വന്നതിന് ശേഷം അയാൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് കേരള ടുഡേ എന്ന് പറഞ്ഞ സിനിമ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയം. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു യൂത്ത് ഓറിയൻറ്റഡ് മാത്രമല്ല, യങ്സ്റ്റേഴ്സിൻ്റെ മൂവി ആണെങ്കിൽ പോലും ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടാവും ഈ സിനിമയിൽ. നമ്മൾ കണ്ട വാർത്തകൾ, കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ ഈ സിനിമയിലൊരു വിഷയമായിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഈ ടൈറ്റിൽ പോലും, കേരള ടുഡേ എന്ന് പറഞ്ഞ ടൈറ്റിൽ പോലും നമ്മൾ വെച്ചത്. ഇതിൽ ശരിക്കും ഒരു ആദിവാസി യുവാവാണ് മുന്ന എന്ന് പറഞ്ഞിട്ട്. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ആ കാടും അവൻ്റെ അമ്മേനെയും വിട്ട് അവനെ ഇങ്ങോട്ടും പോയിട്ടില്ല. പക്ഷെ ഒരു ആവശ്യം വരുമ്പോൾ അവൻ പുറത്തോട്ട് വരികയാണ്, നഗരത്തിലോട്ട് വരികയാണ്. അവിടെ അവൻ ഫേസ് ചെയ്യുന്ന അവൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ട വരികയും പിന്നെ അതിൻ്റെ മുന്നിൽ പതറിപ്പോകുന്നൊരു ഒരു യങ്സ്റ്റർ ആണ് മുന്ന എന്ന് പറഞ്ഞ ക്യാരക്ടർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്തിരി അഗ്രസീവായിട്ടുള്ള ക്യാരക്ടറാണ്. ഒരു നിമിഷം അവൻ്റെ അവസ്ഥകൾ കൊണ്ട് മാറിപ്പോകുന്നൊരു ക്യാരക്ടറാണ്. അവൻ്റെ ക്യാരക്ടറിൽ നിന്ന് വിട്ട് ബിഹേവ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ് മുന്ന എന്ന് പറഞ്ഞ ക്യാരക്ടർ. അങ്ങനെ വലിയൊരു ഹോംവർക്കിൻ്റെ ആവശ്യം വന്നിട്ടില്ല. കാരണം ഞാനിതിൽ ചില ഭാഗങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന അവരുടെ ട്രൈബൽ ലാംഗ്വേജാണ്. ചില ഡയലോഗ്സ് എനിക്ക് വരുന്നത് അവരുടെ ട്രൈബൽ ലാംഗ്വേജിലാണ്. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, അത് പഠിച്ച് ഞാൻ സെറ്റ് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഡയറക്ടർ കപിലേട്ടനും എല്ലാവരും കൂടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മാനസം ഹെൽപ്പ്. കാരണം ഞാൻ കണ്ടിട്ടില്ലാത്തതോ എനിക്ക് പരിചയമില്ലാത്തൊരു ക്യാരക്ടറാണ് മുന്നയുടെ ഒരു ക്യാരക്ടർ. അപ്പോൾ അത് ശരിക്കും ഹോംവർക്ക് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. കുറച്ച് ഡീഗ്ലാമറൈസ് ചെയ്തിട്ടാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. കുറച്ച് കൂടുതൽ എഫേർട്ട് എടുക്കാൻ വന്നിട്ടുള്ളൊരു സിനിമയാണ് കേരള ടുഡേ. കുറച്ച് ആക്ഷൻ ആയാലും ഈവൻ കാടിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്ത സീൻസ് ആണെങ്കിലും കുറച്ചധികം എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള സിനിമയാണ് കേരള ടുഡേ. ശരിക്കും ഒരു പോസിറ്റിവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് റിയാക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലൊക്കെ ഒന്ന് ആലോചിക്കുന്ന ഓരോരോ സംഭവങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരിത്തിരി ധൈര്യം കേരള ടുഡേക്ക് കൊടുക്കാൻ പറ്റും റിയാക്ട് ചെയ്യുന്ന കാര്യം. കാരണം നമ്മൾ പല സംഭവങ്ങളും നമ്മൾ തന്നെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പല സംഭവത്തിലും നമ്മൾ റിയാക്ട് ചെയ്യാൻ, ഈവൻ ഞാൻ പോലും നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടുപോകുമോ, അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊന്ന് ബാക്ക് ചെയ്യാറുണ്ട് പല പ്രശ്നങ്ങളും. പക്ഷേ ഇതിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റിയാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളിലും ഞാൻ ഈ പടത്തിലൂടെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ സിനിമയിലൂടെ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഐ കാൻ ഡയറക്ട്ലി ഗോ ഇൻ ടു ദ പബ്ലിക് ആൻഡ് ഡു ഇറ്റ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. പല കാര്യങ്ങളിലും നമുക്ക് ഇങ്ങനെയൊരു പ്രശ്നം വന്നാൽ ഇങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നൊക്കെ ഉള്ള സംഭവം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒന്ന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറമേ വരുന്ന പ്രശ്നങ്ങളെ പേടിച്ചിട്ടായിരിക്കണം നമ്മൾ ഒന്ന് ബാക്ക് ഓഫ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് പല പ്രശ്നങ്ങളും, ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് കണ്ട പല പ്രശ്നങ്ങളിലും യങ്സ്റ്റേഴ്സ് ഒന്ന് റിബലായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അതിന് പലതും എന്താ പറയുക ഒരു എൻഡ് കണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കൂട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു കൂട്ടം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്തായാലും തടയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് റിയാക്ട് ചെയ്യേണ്ടടുത്ത് റിയാക്ട് ചെയ്യണം. കാരണം എന്നെ കേരള ടുഡേ എന്ന് പറഞ്ഞ സിനിമ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചതാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സംഭവം കണ്ടിട്ട്, ഇപ്പോൾ വഴിയിലൊരു ആക്സിഡൻറ്റ് പോലും കണ്ട ചിലവർക്ക് റിയാക്ട് ചെയ്യാൻ മടിയാണ്. ഇപ്പോൾ ഈ കേരള ടുഡേ എന്ന് പറഞ്ഞ സിനിമ എന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചതാണ്. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, മറ്റുള്ളവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രശ്നമാണെന്ന് കരുതി റിയാക്ട് ചെയ്യണം എന്ന് തന്നെയാണ് കേരള ടുഡേ എന്നെ പഠിപ്പിച്ചത്. ചില സാഹചര്യങ്ങൾ അവനങ്ങനെ ആക്കുന്നുണ്ട്. അതാണ് ശരിക്കും സിനിമയുടെ ഒരു ത്രെഡ്. നമ്മൾ ഒരു അളവിൽ കൂടുതൽ പ്രഹരങ്ങൾ ഏറ്റു കഴിയുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഉള്ളിൽ ഒരു മൃഗം എണ്ണിക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ഒരു സിംബോളിക് വേർഷനാണ് ഈ മുന്ന എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പ്രതീകമാണ് മുന്ന എന്ന് പറഞ്ഞ ക്യാരക്ടർ. കാരണം അവൻ്റെ ഉള്ളിൽ ഒരുപാട് പേരുണ്ട്.
അവൻ റിയാക്ട് ചെയ്യുന്ന രീതി, അവൻ സംസാരിക്കുന്ന രീതി, അതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്.